ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദേഹേച്ഛയെ അടക്കി നിർത്തണമെന്ന് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. 18ാമത്തെ വരിയിൽ മഹാനവറുകൾ പറയുന്നു, വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബാല ഹുബ്ബിർ റളാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി. നമ്മുടെ ശരീരം ഒരു കുഞ്ഞിനെ പോലെയാണ്. കത്തിഫിലി ഇൻ തുഹ്മിൽഹു, ആ ശിശുവിന് നീ അവഗണിച്ചാൽ, അതിന്റെ പാല് നിർത്തേണ്ട സമയം വന്ന് മുല നിർത്തേണ്ട മുലകുടി പ്രായം 2 വയസ്സാണ്, അത് കഴിഞ്ഞാൽ ഇൻ തുഹ്മിൽഹു, അതിനെ നീ അവഗണിച്ചാൽ, വീണ്ടും പാല് കൊടുക്കാൻ വേണ്ടി നിന്നാൽ, ശബ്ബ അല ഹുബ്ബിർ റളാഇ വ ഇൻ തഫ്തിംഹു യൻഫതിമി, അത് ആ മുലകുടി ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും യുവാവാകുക. യുവാവായാലും വീണ്ടും മുല കൊടുക്കേണ്ടി വരും. എന്നാൽ അത് വൈൻ തഫ്തിംഹു യൻഫതിമി, അതിനെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റി നിർത്തണം. 2 വയസ്സായാൽ അങ്ങനെ മാറ്റി നിർത്തിയാൽ അത് മാറുകയും ചെയ്യും. ഇപ്രകാരം നീ ദഹേച്ഛയെ പിന്തുടർന്നുകൊണ്ട് തിന്മകളിങ്ങനെ സ്വന്തം ശരീരം പറയുന്നതനുസരിച്ച് നിന്റെ നാവ് കൊണ്ട് ഇഗ്വത്തും നമീമത്തും ഫിത്നയും ഫസാദും, അതുപോലെ നിസ്കരിക്കാതിരിക്കുക, ഹറാമ് കാണുക കേൾക്കുക തുടങ്ങി തിന്മകൾ നീ ചെയ്തുകൊണ്ടിരുന്നാൽ, നിന്റെ ദേഹേച്ഛ പലതും നിന്നെ തോന്നിപ്പിക്കുമ്പോൾ അത് മുഴുവനും നീ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അടക്കി നിർത്താൻ നിനക്ക് സാധ്യമല്ല. ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി. ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നവന്റെ ദേഹേച്ഛയാണ്. അവൻ ഇച്ഛിക്കുന്നതൊക്കെ തെറ്റുകളിലേക്ക് പോകണമെന്ന് ഇച്ഛിക്കുമ്പോൾ അത് ചെയ്യുന്നു. സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയെ മാറ്റി നിർത്തണം. ഫസ്രിഫ് ഹവാഹ, സ്വശരീരത്തിന്റെ ഇച്ഛയെ നീ മാറ്റി നിർത്തുക. വഹാദിർ അൻ തുവല്ലിയഹു, ആ ശരീരത്തിന്റെ ഇച്ഛ ആ ശരീരത്തിന് അധികാരം നീ നൽകലിനെ തൊട്ട് അതിന് നീ അധികാരം നൽകരുത്. അതിനെ തൊട്ട് നീ സൂക്ഷിക്കണം. ഇന്നൽ ഹവാ മാ തവല്ലാ യുസ്മി ഔ യസ്മി, ഇച്ഛക്ക് അധികാരം നൽകിയാൽ യുസ്മിം, അത് നിന്നെ ബധിരനാക്കും. ഔ യസ്മി, അല്ലെങ്കിൽ അത് ബധിരനാകും. ശരീരത്തിന്റെ ഇച്ഛക്ക് ഒരിക്കലും അധികാരം നൽകരുത്. അധികാരം നൽകിയാൽ അതിന് ബധിരത ബാധിക്കും. ദേഹേച്ഛക്ക് വൈപ്പെട്ടുകൊണ്ട് തിന്മകൾ ഇങ്ങനെ ചെയ്തു കൂട്ടരുത് എന്നർത്ഥം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വറാഇഹ, നീ അതിനെ സംരക്ഷിച്ചോ, ശരീരത്തെ സംരക്ഷിച്ചോ. വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ, അത് സൽക്രമങ്ങളിൽ മേച്ചു നടക്കട്ടെ. സൽക്രമങ്ങൾ മേച്ചു നടക്കാൻ വേണ്ടി വിടുക. വഇൻ ഹിയസ്തഹിലത്തിൽ മർആ ഫലാ തുസ്ഇമി, മേച്ചിൽ പുഴം അത് നന്മയായി അതിന് മധുരമായി കണ്ടാൽ നീ ഏൽക്കാൻ നിൽക്കണ്ട. മറിച്ച് ശരീരം ചിലപ്പോൾ ചില മേച്ചിൽ പുറങ്ങൾ നന്മയാണെങ്കിലും അതിന് ആളുകൾ കാണണമെന്ന ചിന്തയിൽ മധുരമുണ്ട് എങ്കിൽ അതിലേക്ക് നീ മേക്കേണ്ടതില്ല. അത് നന്മയല്ല. അത് നന്മയുടെ രൂപത്തിലാണെങ്കിലും. ബുർദയിലെ 20ാം വരിയിൽ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സ്വന്തം ശരീരത്തെ സൽക്രമങ്ങളെ കൊണ്ട് നീ സംരക്ഷിക്കുക. വറാഇഹാ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയസ്തഹിലത്തിൽ മർആ ഫലാ തുസ്മി. വറാഇഹ, നിന്റെ ശരീരത്തെ നീ പരിപാലിക്കുക, വീക്ഷിക്കുക. വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ, അത് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് മേച്ചു നടക്കട്ടെ. ഖുർആൻ ഓതിക്കൊണ്ടും സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടും ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അത് മേയട്ടെ. വഇൻ ഹിയസ്തഹിലത്തിൽ മർആ ഫലാ തുസ്മി, മേക്കുന്ന സ്ഥലത്ത് അത് ആനന്ദമായി കണ്ടാൽ, അത് രസമായി കണ്ടാൽ, മധുരമായി കണ്ടാൽ നീ അവിടെ മേക്കണ്ട. ചില സൽക്രമങ്ങൾ ചെയ്യാൻ പിശാച് തോന്നിപ്പിക്കും. നമ്മുടെ ലോകമാന്യം മറ്റുള്ളവർ കാണണമെന്ന ചിന്തയിലായിരിക്കും നമ്മ ചെയ്യുന്നത്. അപ്പോൾ അത് നന്മയാവുകയില്ല, തിന്മയായി മാറും. അപ്പോൾ നീ കാണുന്നുണ്ടെങ്കിൽ, ഒരു സൽക്രമം ചെയ്യുമ്പോൾ നിനക്ക് ആനന്ദമായി തോന്നുന്നുണ്ടെങ്കിൽ നീ ആ സൽക്രമം ആനന്ദമായി കൊണ്ടുള്ള ചെയ്യൽ വേണ്ട. മറിച്ച് നിന്റെ ലോകമാന്യമൊക്കെ നീക്കിക്കളയണം. അതാണ് നീ ചെയ്യേണ്ടത്. ആനന്ദമാകുന്ന നിലക്കുള്ള ലോകമാന്യത്തോടു കൂടിയുള്ള സൽക്രമം നീ ശ്രദ്ധിക്കണം എന്നാണ് മഹാനവറുകൾ പറയുന്നത്.
ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി. മനുഷ്യനെ കൊല്ലുന്ന വിഷത്തെ ഈ ശരീരം ചിലപ്പോൾ നല്ല ടേസ്റ്റായി കാണും. കം ഹസനത്ത് ലദ്ദത്തൻ, ആനന്ദം നല്ലതായി ആ ശരീരം എത്രയാണ് കണ്ടത്, എന്തൊരു ആനന്ദമായി കാണുന്നു ശരീരം. ലിൽമർഇ ഖാതിലതൻ, മനുഷ്യനെ കൊല്ലുന്ന വിഷം അങ്ങനെ തിന്നുന്നു, കഴിക്കുന്നു, അത് നല്ല രസമായി തോന്നുന്നു. പക്ഷേ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി, സ്വാദിഷ്ടമായ ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന് ആ ശരീരം അറിയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ പലപ്പോഴും അത് വലിയ അപകട രോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ. എന്നതുപോലെ ചില നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടവും ലഭിക്കുകയില്ല, മറിച്ച് ലോകമാന്യമുണ്ട് എന്ന അപകടം അതിലുണ്ട്. അതുകൊണ്ട് ഇനി സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് നന്നാക്കി ചെയ്യണം. ചതിക്കുഴികൾ നീ ഭയക്കണം. മിൻ ജൂഇ വമിൻ ശിബായി, വിശപ്പിനാലും അല്ലെങ്കിൽ വയറ് നിറഞ്ഞതിനാലുമുള്ള രണ്ടും ചതിക്കുഴിയിലുണ്ട്. വിശപ്പ് ധാരാളമുണ്ടായാൽ അപകടമാണ്, വയറ് ധാരാളം നിറക്കുന്നതും അപകടമാണ്. രണ്ട് ചതിക്കുഴിയും നീ ഭയക്കണം. ഫറുബ്ബ മഖ്മസത്തിൻ ശർറും മിനത്ത് തുഖമീ, എത്ര വിശപ്പുകളാണ്. ഫറുബ്ബ മഖ്മസത്തിൻ, എത്ര വിശപ്പുകളാണ്. ശർറും മിനത്ത് തുഖമീ, വയറ് നിറക്കുന്നതിനേക്കാളും അത് മോശമാണ്, ഷർറാണ്. വിശപ്പ് കാരണം എത്ര ആളുകളാണ് ചിന്മയിലേക്കും അവിശ്വാസത്തിലേക്കും കുഫറിലേക്കും പോയത്. വയറ് നിറക്കുന്നതിനെക്കാട്ടി അപകടം ചിലപ്പോൾ വിശപ്പിലുമുണ്ട്.